കഥയുടെ തുടക്കത്തിൽ കഥാനായികയായിട്ടുള്ള യൂഷനെയാണ് കാണിക്കുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇന്ന് അവളുടെയും അവളുടെ ചേച്ചിയുടെയും വിവാഹം കൂടിയാണ്. അവരുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ വൈകിട്ടാകുമ്പോൾ അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്കും ചേച്ചിയുടെ വീട്ടിലേക്കും ആണ് പറഞ്ഞു വിടുന്നത്. അവളുടെ ചേച്ചിയാണെങ്കിൽ ആ സിറ്റിയിലെ ഒരു പണക്കാരനായ യൂഷൌനെയാണ് വിവാഹം ചെയ്തത്. ഇവളും ഒരുപാട് നാൾ പ്രണയിച്ച ടാൻ എന്ന പയ്യനെയാണ് വിവാഹം ചെയ്തത്. അതിന്റെ സന്തോഷത്തിൽ വീട്ടിൽ കയറുമ്പോഴാണ് അറിയുന്നത് അകത്ത് ചേച്ചിയെ കെട്ടാനിരുന്ന യൂഷൌനെയാണ് കാണുന്നു. ഇവൻ എന്താ ഇവിടെ, ഇനി വഴിയെങ്ങാനും മാറിപ്പോയോ എന്ന് ചിന്തിച്ച് നിൽക്കവേ യൂഷാന്റെ അമ്മയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. ഇവളുടെ കാമുകനായ ടാൻ അവളുടെ ചേച്ചിക്കൊപ്പം ഒളിച്ചോടിയെന്ന്. അത് കണ്ട ഉടനെ അവൾക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. പോരാത്തതിന് യൂഷൗ ഒരു മാഫിയ ബോസും കൂടിയാണ്. ഇതറിഞ്ഞാൽ പിന്നെ അവളുടെ ഫാമിലിക്ക് തന്നെ വലിയ അപകടമാണ്. ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല. അത് യൂസ് ചെയ്ത് ചേച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഞാനാണ് നിങ്ങളെ കല്യാണം കഴിച്ച പെണ്ണ് എന്ന് പറഞ്ഞതും ഹീറോ അവളെ കിസ് ചെയ്യാൻ വരുന്നു. പേടിച്ചവൾ ഹീറോയെ തള്ളി മാറ്റുമ്പോൾ ഹീറോയുടെ കണ്ണ് കെട്ടിയിരുന്ന തുണി അഴിഞ്ഞു താഴെ വീഴുന്നു. ഇപ്പോഴാണ് ഹീറോയുടെ കണ്ണ് അവൾ നേരിൽ കാണുന്നത്. എന്നാൽ അവന് കാഴ്ചയുണ്ടോ എന്നൊരു സംശയം അവൾക്കുണ്ട്. എന്നിരുന്നാലും ക്ഷമിക്കണം എന്നവൾ പറഞ്ഞ് തുണിയെടുത്ത് കൊടുക്കുന്നു. ഹീറോ എന്താ നിന്റെ സൗണ്ടിൽ വല്ലാത്ത വ്യത്യാസമെന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ഹീറോ അവളുടെ ചേച്ചിയെ നേരിൽ കണ്ടിട്ടേയില്ല. പക്ഷെ ഫോണിലൂടെ അവർ സംസാരിച്ചിരുന്നു. ഹീറോ ആണെങ്കിൽ അവളുടെ ഫേസ് എല്ലാം തൊട്ടു നോക്കുന്നു. ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തിനായിരിക്കും കൂട്ടിക്കൊണ്ടു പോകുന്നെന്ന് പേടിച്ച് അവൾ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ പോകുമ്പോഴേ അവളുടെ കാല് തട്ടി വീഴാൻ നേരത്ത് വേഗം ഹീറോയായിരിക്കും പിടിച്ചു നിർത്തുക. ഇവിടെയാണെങ്കിൽ അവളുടെ ചേച്ചിയും കാമുകനായി ടാനെ കാണിക്കുകയാണ്. അവർ ഇപ്പോൾ ഒളിച്ചോടി ഓസ്ട്രേലിയയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുളിച്ചു കഴിഞ്ഞ യൂഷാൻ ഹീറോയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഹീറോ അത്ര വലിയ ദേഷ്യക്കാരനോ മോശപ്പെട്ട ഒരാളല്ല, നല്ലവനാണ് എന്ന് ചിന്തിക്കുന്നു. ശേഷം അവൾ എല്ലാവരും ഉറങ്ങിയ നേരത്ത് തക്കം നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയും ഹീറോയുടെ ബോഡി ഗാർഡും ഒരു റൂമിലേക്ക് കയറുന്നത് യൂഷാൻ കാണുന്നു. അവിടെ ആരോ ഉണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയും എന്നിരുന്നാലും അവന് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൻ അത്ര കാര്യമാക്കാതെ അകത്തേക്ക് കയറുന്നു. അകത്ത് ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അയാൾ ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചതിൽ ഹീറോ പിടിച്ചിരിക്കുകയാണ്. അയാളും അറിയാതെ പറ്റിപ്പോയതാണ്. ഈ പ്രാവശ്യമെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല, എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്, നിനക്ക് കൊലക്കയറാണ് വിധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയുടെ ബോഡിഗാർഡ് അയാളെ അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇതെല്ലാം യൂഷാൻ ഒളിച്ചിരുന്ന് കാണുകയുണ്ടായി. ഇത്രയും നേരം നല്ലവനാണെന്ന് കരുതിയവൻ ഇത്രയും ക്രൂരനായിരുന്നോ എന്നവൾക്ക് തന്നെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇപ്പോൾ ആരോ പുറത്തുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയും ബോഡിഗാർഡ് ആരാണെന്ന് ചോദിക്കുന്നു. അതിനുള്ളിൽ അവൾ അവിടുന്ന് പോയി കഴിഞ്ഞു. ഹീറോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് വേണ്ട, എൻ്റെ ഭാര്യയുണ്ട്, അവൾ ഇത് കണ്ടാൽ എന്തായാലും പേടിക്കുമെന്ന് ബോഡിഗാർഡ്സിനോട് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവരും പോകുന്നു. ഹീറോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കമ്മൽ താഴെ നിന്ന് കിട്ടുകയാണ്. ആ കമ്മൽ യൂഷാന്റെ ആണെന്ന് മനസ്സിലാവുകയും അവൾ ഇതെല്ലാം കണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഇവിടെ ഇവൾ വീട്ടിലേക്ക് ചെന്ന് അമ്മയോടും അച്ഛനോടും എനിക്കിനി ആ വീട്ടിൽ പോകാൻ തന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കെഞ്ചുകയാണ്. ചേച്ചിയുടെ സ്ഥാനത്ത് അനിയത്തിയാണ് വന്നതെന്നറിഞ്ഞാൽ യൂഷാന്റെ ഫാമിലി തന്നെ ഹീറോ ഇല്ലാതാക്കും. സോ ചേച്ചി വരുന്നത് വരെ ഇവളോട് കുറച്ചു നാളത്തേക്ക് ഭാര്യയായി അഭിനയിച്ച് നിൽക്കാനായി അച്ഛനും അമ്മയും പറയുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആള് മാറിപ്പോയ കാര്യം അറിയില്ലല്ലോ, ഇവളും വീണ്ടും പോകണമല്ലോ എന്ന മടിയിൽ കരഞ്ഞു പോകുമ്പോൾ പുറത്ത് ഹീറോ അവൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അവളാണെങ്കിൽ രാത്രിയായിരിക്കും വീട്ടിലെത്തിയത്. രാത്രി ഇറങ്ങിയത് കണ്ടുപിടിച്ച് കാണുമോ എന്ന് കരുതി പേടിച്ച് ചെന്ന് നിങ്ങളെന്താ ഇവിടെ? ഇല്ല, നീ രാവിലെ എവിടെയാണ് പോയത്? രാവിലെ നിന്റെ റൂമിൽ വന്നപ്പോൾ നീ അവിടെ എങ്ങും ഉണ്ടായില്ല, അതാ പുറത്ത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മഴ കൊണ്ട് കാണും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവൾക്ക് തുണിയും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് ചൂട് സോപ്പും റെഡിയാക്കാനായിട്ട് സെർവൻറ്റിനോട് പറയുന്നു. ഇവളും നിങ്ങളും നന്നാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയെ കുളിമുറിയിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഹീറോ എനിക്ക് കണ്ണ് കാണാത്തോണ്ട് ഷർട്ട് ഊരാനായി പറ്റില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഹീറോയ്ക്ക് കണ്ണ് കാണാം, എന്നിരുന്നാലും അവൾക്ക് മുന്നിൽ അഭിനയിക്കുകയാണ്. അത് കേട്ട ഉടനെ ഇവളും കണ്ണ് കാണാത്തോണ്ടല്ലേ കരുതി ഓക്കെ എന്ന് പറയുന്നു. 6 മാസം മുന്നേ ഹീറോയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോഴാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടമായത്. എന്നാൽ ഒരു സർജറിക്ക് ശേഷം ഹീറോയുടെ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു. എന്നാൽ അത് അവൾക്കറിയില്ല. ഹീറോയുടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ കണ്ട് എല്ലാവരും പേടിക്കുന്ന യൂഷോ ആയിട്ടാണ് ഇന്നേ വരെ ഇരിക്കുന്നത്, അതങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ നീയും എന്നെ കണ്ട് പേടിക്കുന്നുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതെ, ചെറുതായിട്ട് പേടിയുണ്ട്,
ഞാൻ വിചാരിച്ചതുപോലെ അത്ര വലിയ മോശക്കാരനല്ല എന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് ഇനി പേടിക്കണ്ട, എന്നെ വിട്ടു പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. ഇവൾ അവൻ്റെ ഷർട്ട് ഊരുമ്പോൾ ഫിറ്റായ ബോഡി കണ്ട് അവളെന്നെ ഷോക്കായി മാറി നിൽക്കുകയാണ്. കാര്യം മനസ്സിലായ ഹീറോ ടവലെങ്കിലും തന്നിട്ട് പോകാനായി പറയുന്നു. സെർവൻ്റ് ആയിരിക്കും ടവല് ഹീറോയ്ക്ക് കൊടുക്കുക. അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് താഴെ മാഡം സോപ്പ് കുടിക്കാനായി പോയെന്ന് പറയുന്നു. ശേഷം ഹീറോ സെർവൻറ്റിനെ പറഞ്ഞയക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് അവൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ്. സെർവൻറ്റ് അവളോട് പറയുന്നത് എനിക്ക് ഗ്രാമത്തിലേക്ക് പോകണം, എൻ്റെ അമ്മയ്ക്ക് പാടില്ല, ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവൾക്കും ഷോക്കാവുകയാണ്. ഇത്രയും പ്രായമായ ഇയാൾക്ക് അമ്മയോ എന്ന തരത്തിൽ. സത്യത്തിൽ അയാളുടെ അമ്മ മരിച്ചിട്ടെന്നെ നാളുകളായി. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 105 വയസ്സായനെ എന്ന് ചിന്തിച്ച് അതെ വയ്യാതെ ഇരിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നതിന് മുന്നേ ഹീറോയ്ക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടമല്ലാത്തത് കാര്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കായിട്ട് കൊടുത്തിട്ട് പോകുന്നു. അയാൾ പോയതിന് പിന്നാലെ അവളാകെ വിഷമിച്ച്. ഈ പ്രായത്തിലും ആ മനുഷ്യന് അയാളുടെ അമ്മയെ നോക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഉത്തരവാദിത്യമല്ലേ എന്ന് ഹീറോ പറയുന്നു. ഹീറോയ്ക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് എന്ന് നോട്ട്ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഹീറോയ്ക്ക് ഇടിമിന്നൽ പേടിയാണ് എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ട ഉടനെ അവൾക്ക് ചിരിയാണ് വരുന്നത്. ഇത്രയും പ്രായമായിട്ടും ഇടിമിന്നൽ പേടിയോ? ഇവിടെ ഹീറോ എവിടെയോ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും. ഇവളും ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇവളുടെ ഒപ്പം ഹീറോ നടന്നാൽ എന്തായാലും നാട്ടിൽ ഒരു നല്ല പേര് കിട്ടും. നല്ല പേര് കിട്ടിയാൽ ഹീറോയോട് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ തന്നെ ക്ഷമിച്ചു വിടും എന്ന് കരുതി ഞാനും കൂടി വരാമെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ സമ്മതിക്കുകയാണ്. പോകുന്നതിന് മുന്നേ ഹീറോയുടെ കാല് വഴുതി അവളുടെ മേല് വീഴുകയാണ്. അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്. ഓൾറെഡി ആ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഹീറോയ്ക്ക് ഇടയ്ക്ക് കാല് തട്ടി വഴുതി വീഴുന്നു. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനായി എവിടെ പോയാലും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകണമെന്ന്. സോ ഹീറോയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്നേരം കറക്റ്റ് ടൈമിൽ തന്നെയായിരിക്കും ഹീറോയുടെ അസിസ്റ്റന്റ് കൂടെ വരാമെന്ന് പറയുന്നു. എന്നാൽ അസിസ്റ്റന്റ് വന്നതിനാൽ ഹീറോയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. ഹീറോ അസിസ്റ്റന്റിനെ കൂടി ഒരു മാസത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ അവളോട് പറയുന്നത് തനിക്ക് കല്യാണമാണ്, കുറച്ച് മാസം ലീവ് എടുക്കുന്നു എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. എന്നാൽ പോകുന്നതിന് മുന്നേ ആദ്യം പറഞ്ഞുവിട്ട സെർവൻറ്റിനെ വിളിച്ച് സാർ എന്നെ പറഞ്ഞു വിട്ടോ, അതും കല്യാണം കഴിക്കാൻ. ഇനി ഒരു പെണ്ണിനെ ഞാൻ എവിടെ പോയി തപ്പാനാ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞ വാക്കിന് സത്യം വേണമല്ലോ എന്ന് പറയുന്നു. പിന്നീട് അവളായിരിക്കും ഹീറോയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം രാത്രി ഇടിമിന്നലോടെ മഴയായതിനാൽ അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോ പേടിച്ചു നിൽക്കുന്നത് കാണുന്നു. വേഗം അവൾ ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ആ നോട്ടിൽ ഹീറോ പേടിച്ചു നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണം എന്ന് എഴുതിയിട്ടുണ്ടാകും. ശേഷം അവൾ ഹീറോയെ അവൾക്കൊപ്പമായിരിക്കും കിടത്തിയോർക്കുക. ഇവളും ഹീറോയെ ബെഡിൽ കിടത്തുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല തൻ്റെ ബെഡിൽ ഹീറോയെ കിടത്തേണ്ടി വരുമെന്ന്. എന്നാൽ ഹീറോ മുഴുവനായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഇവളും അവനെ നോക്കുന്നത് കണ്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എന്തിനാണ് എന്നെ തന്നെ തുറച്ചു നോക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ വേഗം തിരിഞ്ഞു കിടന്ന് ഇതെങ്ങനെ അവന് മനസ്സിലായി, ഞാൻ അവനെ നോക്കിയ കാര്യം എന്ന് ചിന്തിച്ച് അവളും കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോൾ ഹീറോ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ടായിരിക്കും ഉറങ്ങുന്നത്. അവൾ പെട്ടെന്ന് ഷോക്കായെങ്കിലും അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളാണ് ഹീറോയുടെ അടുത്തേക്ക് ചേർന്ന് കിടക്കുന്നത്. കിടന്നുറങ്ങുന്ന ഹീറോയുടെ ഭംഗി ആസ്വദിച്ച് അവന്റെ മൂക്കിൽ തൊട്ടതും പെട്ടെന്ന് കണ്ണു തുറന്ന ഹീറോയോട് ഞെട്ടി അവൾ ഇനി എവിടേക്കാണ് പോകേണ്ടത്? ഞാൻ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നു. ഇന്ന് വൈകിട്ട് ഒരു പാർട്ടിയുണ്ട്, എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? നീയും വന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ആ പാർട്ടിയിൽ എത്തുകയാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ അവൾക്ക് ചെറിയ പേടിയുണ്ട്. ആ പാർട്ടിയിൽ അവളുടെ ചേച്ചിയെ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഹീറോയുടെ സത്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ്. അന്നേരം ഹീറോയുടെ അനിയനെന്ന് പറഞ്ഞു രണ്ടുപേരും വരികയും അവരെ ഒരിടത്ത് ഇരുത്തുന്നു. കാണുന്നവരൊക്കെ ചേട്ടൻ്റെ ഭാര്യയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്, പക്ഷേ എനിക്ക് നിന്നെ കാണാൻ സാധിക്കില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അത് കേൾക്കുന്ന ഇവൾക്കും ഹീറോയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതോർത്ത് വിഷമിക്കുകയാണ്. ശേഷം യൂഷാൻ ഇല്ലാത്ത നേരത്ത് ഒരു ലേഡി ഹീറോയെ വളയ്ക്കാനായി ചെല്ലുകയാണ്. അത് കാണുന്ന ഹീറോയുടെ ബോഡി ഗാർഡ്സ് ചേർന്ന് അവളെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ അതേ പാർട്ടിയിൽ ഒരു ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട ഒരു പെണ്ണ് വരികയാണ്. ഇവൾ ആ മറ്റേ ലേഡിയുടെ ഫ്രണ്ട് ആയിരിക്കും. അവളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയെ വളയ്ക്കാനായിട്ട് ചെന്നതാണ്, അവന്റെ ആൾക്കാർ അവളെ പുറത്താക്കിയെന്ന് പറയുന്നു. അവന്റെ ഭാര്യയെ മാത്രമാണ് നോക്കുന്നതെന്ന് കേൾക്കുമ്പോൾ യൂഷാവിന്റെ ഭാര്യയോ അവളെന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവളെ തേടി പോകുന്നു. ഇവിടെ അവളും ഹീറോയും അനിയന്മാർക്കൊപ്പം ഗെയിം കളിക്കാനായി ഗ്രൗണ്ടിലായിരിക്കും. എന്നാൽ അവൾക്ക് എങ്ങനെയാണ് ആ ഗെയിം കളിക്കേണ്ടതെന്ന് അറിയില്ല.
സോ ഹീറോയ്ക്കും ആ ഗെയിം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൂരെ നിന്ന് ആ ലേഡി ഷോയ് ഞാൻ വന്നു, നീ അവനെയാണോ കല്യാണം കഴിച്ചത് എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു വരുന്നു. ചേച്ചിയുടെ പേര് കേട്ടതും അവളാകെ പേടിക്കുകയും അവളെ കണ്ടതും ഹീറോ എല്ലാം അറിയുമെന്ന് കരുതി ആ ലേഡിയെ മാറ്റി നിർത്തി. നീ എന്താ ഇവിടെ? നിന്റെ ചേച്ചിക്ക് പകരം അവന്റെ മുന്നിൽ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇപ്പോഴേ അവനോട് എല്ലാ കാര്യം പറയുമെന്ന് പറഞ്ഞ് ആ ലേഡി പോകുമ്പോൾ അവളും തടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ ലേഡി അവളെ തള്ളിയിട്ടിട്ട് അവർ അവിടുന്ന് പോവുകയാണ്. അതിനാൽ അവളുടെ കാലിന് നല്ല രീതിയിൽ തന്നെ പരിക്കുമേൽക്കുന്നു. ഇപ്പോൾ ആ ലേഡി ഹീറോയെ കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുമ്പോൾ ഹീറോ അവിടുന്ന് നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുക. അവളും ബോഡി ഗാർഡ്സിനൊപ്പം വീട്ടിലേക്ക് തിരിച്ച് എത്തുകയാണ്. ആ ലേഡി ഇവളെ വിളിക്കാൻ നേരത്ത് അവളുടെ ചേച്ചിയുടെ പേരിലായിരിക്കും വിളിച്ചിരുന്നത്. സോ ഇനി അവനെങ്ങാനും അത് കേട്ടായിരുന്നോ എന്ന് പേടിയിലായിരിക്കും എത്തുക. അവൾ വന്ന ഉടനെ ഹീറോ അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വന്ന് പറഞ്ഞായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ പറയുന്നത് എന്തിനായിരിക്കും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അവന് നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കും എന്ന് പറഞ്ഞതും അവളുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു. അത് മറ്റാരുമല്ലായിരിക്കും, അവളുടെ ചേച്ചിയായിരിക്കും വിളിക്കുക. പേടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഹീറോ ആരാണ് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നു. ഫോണിലുള്ള സേവ് ചെയ്ത നമ്പർ ചേച്ചി എന്ന പേരിലായതുകൊണ്ട് തന്നെ ഹീറോ അത് നോട്ട് ചെയ്യുകയാണ്. ഇവനും നമ്പർ കണ്ടില്ലല്ലോ എന്ന ഭാഗ്യത്തിൽ റൂമിൽ പോയി ചേച്ചിയോട് സംസാരിക്കുകയാണ്. ചേച്ചിയാണെങ്കിൽ എന്തായി, നിന്നെ ഇപ്പോഴും അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടോണ്ട് അവൾക്ക് ദേഷ്യം വരികയും നിനക്ക് വന്ന ആലോചനയിൽ നീ തന്നെ ഒളിച്ചോടി പോയിട്ട് ഇപ്പോൾ നീ അവിടെ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ അതിന് ചേച്ചി ഞാൻ നിനക്ക് നല്ലതിനു വേണ്ടിയാണ് ചെയ്തത്. നിന്നെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ അവൻ എന്നെയായിരുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്. നിന്നെ അവനെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചൂടെ? നിന്റെയും അവനെ തന്നെ ജീവിതം തന്നെ വെറുതെ വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഞാനും അവനും വിവാഹ ദിവസം തന്നെ ഒളിച്ചോടി പോയത്. നിന്നെ പോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. കുട്ടിക്കാലം മുതലേ നീ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നീ തന്നെ ഉണ്ടാക്കിയ ഓരോ പണികൾ നീ തന്നെ അത് ശരിയാക്കണമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. പിറ്റേ ദിവസം അവൾ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ടിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ടാവില്ല. ആ ലേഡിയാണെങ്കിൽ കുറച്ചു നാളത്തേക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി വരാൻ വൈകുമെന്ന് കേട്ടതോടെ അവൾക്കും ഇത്തിരി സമാധാനാവുകയാണ്. അത്ര ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാലോ എന്ന് കരുതി അവൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ ഹീറോയെ കാണിക്കുകയാണ്. ആ ലേഡിയെ പുറത്തേക്ക് അയച്ചത് തന്നെ മറ്റാരുമല്ലായിരിക്കും ഹീറോയും അവന്റെ അനിയന്മാരും ചേർന്നാണ്. ഇനി നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ചേച്ചിയുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് അനിയന്മാർ പറയുന്നു. സത്യത്തിൽ ഹീറോ 3 വർഷമായി യൂഷാനെ രഹസ്യമായി പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം അവര് ഹീറോയോട് പറയുകയാണ്. ആദ്യം ഹീറോയുടെ ആലോചന യൂഷാന് വന്നതായിരുന്നു. എന്നാൽ അവൾ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഹീറോയുടെ ആലോചന നേരെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോയത്. ഇപ്പം 3 വർഷമുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ എങ്ങനെയാണ് അവളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയെന്ന് കാണിക്കുന്നു. യൂഷാനാണെങ്കിൽ ഒരു ബാലൻസ് ഡാൻസറും കൂടിയാണ്. ഒരു ബിൽഡിങ്ങിന് മുകളിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് നിന്ന് ഇതെല്ലാം ഹീറോ കാണുന്നുണ്ടായി. അന്ന് മുതലാണ് അവൾ മേല് ഒരു ക്രഷ് ഹീറോയ്ക്ക് തോന്നിയത്. അതിനുശേഷം അവളെ പലയിടത്തും ഹീറോ അന്വേഷിച്ചു. എന്നാൽ അവളെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടിരുന്നില്ല. ഒരു ആക്സിഡന്റിൽ ഹീറോയുടെ സർജറിക്ക് ശേഷമാണ് ഹീറോയ്ക്ക് കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടിയത്. അപ്പോൾ അനിയൻ ഇനി നിങ്ങൾ എപ്പോഴാണ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് ചേച്ചിയോട് പറയുക എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റാണ് ടൈം നോക്കി ഞാൻ അവളുടെ എല്ലാ സത്യം പറയുമെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവൾക്ക് കാലിൽ മുറിവ് പറ്റിയതിനാൽ ഹീറോ അവൾക്ക് വേണ്ടി മെഡിസിൻസ് എല്ലാം കൊണ്ടുവരുമ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് എന്റെ കാലിലെ മുറിവിന് മരുന്ന് പറ്റി തരുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹീറോ എനിക്ക് കണ്ണ് കാണാത്തോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ തന്നെ ഇട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞതും ഹീറോ അവളുടെ സ്കേർട്ട് പൊക്കുകയാണ്. ഹീറോ തപ്പി തപ്പി തടഞ്ഞായിരിക്കും അവളുടെ കാലിലെ മുറിവിൽ മരുന്ന് പറ്റി കൊടുക്കുക. ഹീറോ അവളെ കാണുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുകയും ശേഷം ഹീറോ കുളിച്ച് അവളുടെ റൂമിലായിരിക്കും കിടക്കാനായിട്ട് വരിക. അത് കാണുന്ന അവൾ നിങ്ങൾ ഇത്രയും നാളും ഗസ്റ്റ് റൂമിലല്ലേ കിടന്നിരുന്നത്, ഇപ്പോൾ എന്താ ഇവിടെ കിടക്കുന്നെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞതല്ലേ, ഞാൻ എന്താ ഇവിടെ കിടന്നുകൂടെ? ഇനി എനിക്ക് കണ്ണ് കാണാത്തോണ്ട് ഞാൻ നിന്നെ രാത്രിക്ക് രാത്രി ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് അവനെ അവിടെ കിടത്തുകയാണ്. അടുത്ത ദിവസം അമ്മയെ നോക്കാൻ പോയ സെർവന്റ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്.
ആ സെർവൻറ്റിനെ കണ്ടതും അവൾ എങ്ങനെയുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക്, ജീവനോടെ ഉണ്ടായാലല്ലേ പറയാൻ പറ്റൂ എന്ന് ചിന്തിച്ച് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹീറോ പറഞ്ഞിട്ടുണ്ട്. മാഡത്തിന് സീ ഫുഡാണ് ഇഷ്ടം, അതുകൊണ്ട് കഴിക്കാനായിട്ട് പറയുമ്പോൾ അവൾ ഒരു കാര്യം ഓർക്കുകയാണ്. കാരണം സീ ഫുഡ് അവളുടെ ചേച്ചിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, പോരാത്തേനും അലർജിയും. ഇവൾ അവളുടെ ചേച്ചിയുടെ പേരിലാണല്ലോ വീട്ടിൽ ഇത്രയും നാളും കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് സീ ഫുഡ് ഇഷ്ടമെന്ന് ഹീറോയ്ക്ക് അറിയാമെന്ന് ചിന്തിച്ച് അവൾ സെർവൻറ്റിനോട് എനിക്ക് സീ ഫുഡാണ് ഇഷ്ടമെന്ന് ആരാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് സാറാണല്ലോ പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് ഹീറോ വരികയും തനിക്കൊരു ചായ മതി, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് സ്റ്റഡി റൂമിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു വാൾനട്ട് താഴെ കിടക്കുന്നത് കാണുകയും അത് ചവിട്ടാനായിട്ട് പോയതും പെട്ടെന്ന് അവനെ കാല് അവിടുന്ന് മാറ്റുന്നു. എല്ലാം അവൾ കാണുകയും ഇവന് സത്യത്തിൽ കണ്ണ് കാണാത്തല്ലേ, അതെങ്ങനെ വാൾനട്ട് താഴെ കിടക്കുന്നത് അത് ചവിട്ടാണ്ട് മറ്റേ ഭാഗത്ത് കാല് വെച്ച് നടന്നു പോയി എന്നവൾ ചിന്തിക്കുന്നു. അപ്പോൾ എന്തായാലും അവന് കണ്ണിന് കാഴ്ചയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഇതെന്തായാലും കണ്ടുപിടിക്കണമെന്ന് കരുതി അവളായിരിക്കും ആ കോഫി കൊണ്ട് ഹീറോയ്ക്ക് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ മേശപ്പുറത്തിരുന്ന ഒരു പേന താഴെ തള്ളിയിടുന്നു. അത് ഹീറോ കറക്റ്റായിട്ട് എടുക്കാൻ പോയതും അത് കാണുന്നവൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കണ്ണ് കാണാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ എനിക്ക് കണ്ണ് മാത്രമാണ് കാണാൻ പറ്റാത്തത്, കാതിന് യാതൊരുവിധ കുഴപ്പമില്ല. കണ്ണ് കാണാത്തവരുടെ കാതെല്ലാം ഭയങ്കര ഷാർപ്പായിരിക്കും, എന്ത് വീണാലും എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ സൗണ്ട് കേൾക്കും, അതുകൊണ്ടാണ് താഴെ വീണ പെണ്ണ് ഞാൻ വേഗം കണ്ടുപിടിച്ചത്. അത് കേട്ട അവൾ വാൾനട്ട് താഴെ വീണ സൗണ്ട് കേട്ടത് കൊണ്ടായിരിക്കും വാൾനട്ട് ചവിട്ടാണ്ട് മാറിപ്പോയത്. നമ്മളാണ് അവന് കണ്ണ് കാണാം എന്ന് കരുതി വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം മുതൽ അവൾ ഹീറോയ്ക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ മൂലകളെല്ലാം കവർ ചെയ്ത് അവന് തട്ടാത്ത രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ്. അത് കാണുന്ന സെർവന്റ് മാഡം സാറിന്റെ മേൽ എത്ര കെയറിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവളും ഇനി ഹീറോയുടെ അടുത്ത് ഒന്നും മറിക്കൊന്നും വേണ്ട, എല്ലാ സത്യം പറയാമെന്ന് കരുതി തീരുമാനിക്കുകയാണ്. അന്ന് ഹീറോയുടെ പിറന്നാളും കൂടിയാണ്, അതിനാൽ ഹീറോയെ വിളിച്ച് വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നു. വീട്ടിലെത്തുമ്പോൾ അവൾ കേക്കുമായിട്ട് ആയിരിക്കും റെഡി ആയിട്ടിരിക്കുക. ഹീറോ വന്നതും ഹീറോയുടെ എന്താണ് ആഗ്രഹം ഉള്ളത് അത് നിറവേറണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടും പറയുന്നു. ഇനിയുള്ള എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ക്യാൻഡിൽ ഓതുകയാണ്. ശേഷം അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അവൾ നിങ്ങൾക്ക് എന്താണ് ബർത്ത്ഡേ ആയിട്ടുള്ള ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഒരു ഉമ്മയാണ്, അത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഇവൾ ചിരിച്ചുകൊണ്ട് അവനെ കിസ് ചെയ്യുകയാണ്. അന്നേരം ഒരു കോള് വരികയാണ്, അതും അവൾക്കും. വിളിക്കുന്നത് മറ്റാരുമല്ലായിരിക്കും, അവളുടെ അമ്മയായിരിക്കും. വീട്ടിലേക്ക് വേഗം തിരിച്ചു വാ, നിന്റെ ചേച്ചി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും അവളുടെ ചേച്ചിയെ നല്ല രീതിയിൽ തന്നെ ചീത്ത പറയുകയാണ്. നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കരവിധ അപമാനമാണ് വന്നിരിക്കുന്നത്. അവൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവള് എത്തിയതും ചേച്ചിയുടെ കരണം പൊട്ടിച്ച് ഒരെണ്ണം കൊടുക്കുകയാണ്. അന്ന് നീ ഓടിപ്പോകുന്നിടയിൽ എൻ്റെ കയ്യിലെങ്ങാനും കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നീ ജീവനോടെ ഇരിക്കില്ല. അപ്പോൾ അച്ഛനും അമ്മയും നീ 2 മാസമായില്ലേ അവിടെ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഇവൾ പൊക്കോട്ടെ, നീ ഇനി ഇവിടെ ഇരിക്കാനായിട്ട് പറയുന്നു. അതിന് ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് പോണില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും മയങ്ങി വീഴുന്നു. കറക്റ്റ് ടൈമിലായിരിക്കും അവളെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഹീറോയുടെ ആൾക്കാരെ വിട്ടയച്ചിട്ടുണ്ടാകും. അവളും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പോകും വഴി തന്നെ അവളുടെ കാമുകനെ കാണുകയാണ്. അവനെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ 3 വർഷം മുന്നേ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇവളോട് പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ നിന്നെ അല്ലാണ്ട് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളും അവനെ മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോകുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ചിട്ട് ഇനി മുതൽ നമ്മൾ ബന്ധുക്കാരാണ്, ഞാൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവും, അതായത് ഞാൻ നിന്റെ ഇപ്പം ചേട്ടനാണ് എന്ന് പറയുമ്പോൾ അവൾ അവനൊരു അടി കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തുമ്പോൾ ഹീറോ എന്താ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അതിനിവൾ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വേഗം ഇവിടുന്ന് പോയെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ നീ എന്തോ കാര്യം എന്നോട് പറയാൻ വന്നതല്ലേ, അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ അവൾ ചിന്തിച്ച് അത് ഇവളും എന്താണ് പറയണം എന്ന് അറിയാതെ, കാരണം ചേച്ചി ഇപ്പോൾ തിരിച്ചു വന്നല്ലോ, ചേച്ചിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണല്ലോ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ അവൾക്ക് ഹീറോയെ വിട്ടുപിരിയാനും പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അവൾ ഹീറോയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് ഒന്നുമില്ല, പറയാൻ വന്നത് ഞാൻ മറന്നുപോയി, ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അവളോട് പിന്നീട് ഒന്നും ചോദിക്കാനേ പോയില്ല. അവളാണെങ്കിൽ അവിടെ കിടക്കാണ്ട് റെസ്റ്റ് റൂമിൽ കിടന്നോളാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഹീറോയ്ക്ക് വല്ലാതാവുകയാണ്. ഇവൾക്ക് എന്താണ് പറ്റിയത്, എന്തിനാണ് വീട്ടിൽ ധൃതി പിടിച്ച് പോയത്, വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണല്ലോ ഇങ്ങനൊരു മാറ്റം, എന്താണ് സംഭവിച്ചെന്ന് അവനും ചിന്തിക്കുന്നു. ശേഷം അവൾ ഹാളിലേക്ക് വരുമ്പോൾ അവൾക്ക് വേണ്ടി ഹീറോ ഒരു വലിയ നെക്ലസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും, കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരിക്കും.
ഇത് എൻ്റെ വക ഒരു സമ്മാനമാണെന്ന് കുറിച്ച് വച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത് ഇത് തനിക്ക് അർഹപ്പെട്ടതല്ല, ശരിക്കും അവളുടെ ചേച്ചിക്ക് അർഹപ്പെട്ടതാണെന്ന് വിചാരിച്ച് അവൾ ആ നെക്ലസ് വെക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വരികയും മുത്തശ്ശി ആ നെക്ലസ് കണ്ട് ഹീറോ മുത്തശ്ശിക്കായിരിക്കും വാങ്ങിച്ച് തന്നെന്ന് കരുതി അവളെ കൊണ്ടിരിപ്പിക്കുന്നു. അവിടേക്ക് ഹീറോ വരികയും ഹീറോയിനോട് നീ എനിക്ക് വേണ്ടിയിട്ടാണോ ഈ നെക്ലസ് വാങ്ങിച്ചത്, നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. ശേഷം അവൾ അവളുടെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കാതെ അവൾ ഹീറോയെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കാണുന്ന അമ്മ നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് പറയുന്നു. അന്നേരം അവിടെ അവളുടെ ചേച്ചിയും അവളുടെ കാമുകനും കൈകോർത്ത് നടന്നു പോകുന്നത് കാണുന്നു. ഇത്രയെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒന്നിച്ചാണല്ലോ നടത്താമെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയും അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെയും വന്നിട്ടുണ്ട്. അവർക്കൊപ്പമായിരിക്കും ചേച്ചിയും കാമുകനും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നീ ആ കോടീശ്വരനല്ലേ കല്യാണം കഴിക്കാനിരുന്നത്, എന്തിനാണ് നിന്റെ അനിയത്തിയുടെ കാമുകനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനിവൾ ഞങ്ങൾ രണ്ടുപേരുമാണ് റിയലായിട്ട് പ്രണയിച്ചത്. സംസാരിച്ച് ഇരിക്കുമ്പോൾ വേഗം തന്നെ അവൾ അവളുടെ ചേച്ചിയുടെ കൈ പിടിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഹീറോയെ നല്ലോണം അറിയാം. സോ ഇക്കാര്യങ്ങളെല്ലാം അവർ ഹീറോയോട് ചെന്ന് പറഞ്ഞാൽ എന്നാൽ അതോർത്ത് അവളുടെ ചേച്ചിക്ക് യാതൊരുവിധ പേടിയുമില്ല. നീ എത്ര നാൾ ഇങ്ങനെ അഭിനയിക്കും, എന്തായാലും എന്നാണെങ്കിൽ പിടിക്കും, ഇപ്പോഴേ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നീയല്ലേ അവൻ്റെ ഒപ്പം ഇപ്പോൾ താമസിക്കുന്നത്, നീ തന്നെ എല്ലാം പറഞ്ഞ് സമാധാനപ്പെടും. അത് കാണുന്ന അവളുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ചേച്ചിയെ ഒരുപാട് ചീത്ത പറയുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവർ അവിടുന്ന് ഇറങ്ങാൻ പോകുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും അവിടെ ഹീറോ എത്തുക. ഹീറോയെ കണ്ടതും എല്ലാവരും ഷോക്കാവുകയാണ്. ഹീറോയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഹീറോ ആണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സീ ഫുഡ് എല്ലാം എടുത്തേക്കുന്നു. അപ്പോൾ മറ്റു ചിലർ ആരാണ് ചോദിക്കുമ്പോൾ അവളുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇത് ഷുയൻ, അത് അവളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു വെക്കുന്നു. അന്നേരം ഹീറോയുടെ അനിയനാണെന്ന് പറഞ്ഞെടുത്തൻ ലോയറിനെ കണ്ട് എല്ലാം സെറ്റിലാക്കി എന്ന് പറഞ്ഞ് ഒരു ഫയല് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഹീറോ കരുതിയത് കുറച്ച് നാൾ പിടിക്കുമെന്നാണ്, ഇത്രയും വേഗം കിട്ടുമെന്ന് കരുതില്ലേ എന്ന് പറയുന്നു. സത്യത്തിൽ അത് എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ എല്ലാ സ്വത്തുകളും ഇപ്പോൾ അവളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവൾക്ക് ആ പേപ്പേഴ്സ് എല്ലാം കൊടുക്കുമ്പോൾ അത് കാണുന്ന എല്ലാവരും ഷോക്കാവുകയാണ്. പ്രധാനമായിട്ടും ചേച്ചിക്കായിരിക്കും കൂടുതൽ ഷോക്ക്, കാരണം അവളുടെ പേരിലാണല്ലോ ഇപ്പോൾ ഭാര്യയായിട്ട് അനിയത്തി നിൽക്കുന്നത്. ശേഷം ഹീറോയും അവളും ഫുഡെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ചേച്ചി ഇവന് എത്രത്തോളം സ്വത്തുക്കൾ ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ഹീറോയ്ക്കാണെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനിയും വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയും അങ്ങനെയുള്ള പല ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുപോലെ തന്നെ ഈ സിറ്റിയിലെ ഒരു വലിയ കോടീശ്വരനാണ് എന്ന് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഏകദേശം മില്യൺ സ്വത്തുക്കൾ ഉണ്ടാകും. അതിലൊരു പാതിയായിരിക്കും അവളുടെ പേരിലേക്ക് മാറ്റുക. അത് കേൾക്കുന്ന അവളുടെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ദേഷ്യം കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ കാമുകനോട് നീ ഇത്ര നാളായിട്ട് എനിക്കിത് തന്ന് അറ്റ്ലീസ്റ്റ് ഒരു നെക്ലസ് എങ്കിലും വാങ്ങിച്ചു തന്നോ എന്ന് പറഞ്ഞ് കാമുകനായിട്ട് വഴക്കുണ്ടാക്കുന്നു. ചേച്ചി നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ആകണ്ട, അവൻ എന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നെന്ന് വിചാരിച്ചാൽ മതി. സോ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലായിരിക്കും. ഇപ്പോൾ നീ എന്റെ ജീവിതമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അധികം സന്തോഷിച്ച് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇവൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചി പറഞ്ഞത് കാര്യമാണ്, ചേച്ചിയുടെ പേരിലല്ലേ ഞാനിപ്പോഴും ഈ വീട്ടിൽ കഴിയുന്നെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശി അവളെ കാണാനായിട്ട് വരുന്നു. അതും അവൾക്ക് കുറെ ഗിഫ്റ്റുമായിട്ട് ഷൂസ് എല്ലാം വാങ്ങിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അവളുടെ ചേച്ചിയുടെ അളവിലായിരിക്കും വാങ്ങിക്കുക. എന്നാൽ ഇവൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിലായിരിക്കും. ആ ചെരുപ്പിട്ട് തന്നെ റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ കാല് നല്ല രീതിയിൽ വേദനിക്കുകയാണ്, കാരണം അത്രയ്ക്കും ടൈറ്റാണ് ആ ഷൂ. അന്നേരം അവിടേക്ക് ഹീറോ വരികയും ഹീറോയ്ക്ക് മനസ്സിലായോടെ തന്നെ അവൻ അവൾക്ക് വേണ്ടി അതേപോലത്തെ കറക്റ്റായിട്ടുള്ള അളവിൽ ഷൂ വാങ്ങി കൊടുക്കുകയാണ്. ഇതെങ്ങനെ പെർഫെക്റ്റ് ആകുമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത്ര നാളായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, നിന്റെ സൈസ് എല്ലാം എനിക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നു. നിനക്ക് ഏതാണ് പെർഫെക്റ്റ് അല്ലാത്തത് എനിക്ക് നല്ലോണം അറിയാം. കല്യാണം കഴിക്കണേക്ക് മുന്നേ എനിക്ക് നിന്നെക്കുറിച്ച് യാതൊന്നുവിധ അറിവുണ്ടായിരുന്നില്ല, പക്ഷെ നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയ മുതൽ എല്ലാം എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം. അവൻ ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ അവൾക്കും ഒരുപാട് ഹാപ്പി ആവുകയാണ്. ശേഷം അവളുടെ ഷൂ മാറ്റിവെക്കാനായിട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു പേപ്പർ കിട്ടുകയാണ്. അത് മറ്റൊന്നും ആയിരിക്കില്ല, ഹീറോയുടെ കണ്ണ് സർജറി ചെയ്ത പേപ്പർ. അതിലാണെങ്കിൽ അവന് കണ്ണ് തിരിച്ചു കിട്ടിയെന്ന് കാണുന്നു. സോ അടുത്ത ദിവസം അവൾ ആ റിപ്പോർട്ടുമായി ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നു. ഈ റിപ്പോർട്ടിലാണെങ്കിൽ ഹീറോയ്ക്ക് കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഹീറോയ്ക്ക് ഇപ്പോഴും കാഴ്ചശക്തി ഇല്ലാന്ന് പറയുമ്പോൾ അത് കേട്ട ഡോക്ടർ ഇല്ലല്ലോ, ഈ സർജറി ഞാനാണ് ചെയ്തത്, എന്തായാലും ഹീറോയ്ക്ക് കണ്ണിന് കാഴ്ചശക്തിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അത് കേട്ട് അവൾക്ക് ഷോക്കാവുകയും അപ്പോൾ ഇത്രയും നാളും അഭിനയിക്കുകയായിരുന്നോ എന്ന് അവൾ ചിന്തിക്കുന്നു.
എന്തിനാണ് ഇത്രയും നാളും എൻ്റെ മുന്നിൽ കാഴ്ചശക്തി ഇല്ലാന്ന് പറഞ്ഞ് അഭിനയിച്ചത്? ഞാൻ ഷൂയല്ലാന്ന് അറിഞ്ഞിട്ടും എന്താണ് എന്നെ അവൻ പുറത്താക്കാത്തത് എന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലാണെങ്കിൽ ഹീറോയുടെ അനിയന്മാരെന്ന് പറയുന്ന 2 പയ്യന്മാർ അവർക്ക് ഹണിമൂൺ പോകാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുകയാണ്. അവളെ കണ്ടതും എന്ത് പറ്റി ചേച്ചി, ഇന്നെന്താ മൂഡ് ഓഫ് എന്ന് ചോദിക്കുമ്പോൾ അവളും ഒന്നും മിണ്ടാതെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോണെന്ന് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ലായിരിക്കും, ചേച്ചിയുടെ ഫ്രണ്ട് ആയിരിക്കും. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, നിന്റെ ആൾക്കാരോട് എന്നെ വെറുതെ വിടാനായിട്ട് പറയണം എന്ന് പറയുമ്പോൾ നിന്നാരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുകയാണോ? ഞാനതിന് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, നീയാണ് എന്നെ നാട് കടത്തിയത് എന്ന് പറഞ്ഞ് അത് കേട്ടപ്പാടെ എല്ലാ ഡൗട്ടും ഹീറോയുടെ മേലിൽ വരികയാണ്. ഒരുവേള ഇനി ഹീറോ ആയിരിക്കോ ചെയ്തതെന്ന് കരുതുന്നു. നേരെ പോയി അവൾ ഹീറോയുടെ നിനക്ക് ഷെൻഷനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം ആ 2 പയ്യന്മാർ അവർക്ക് പോകേണ്ട എല്ലാ പ്ലേസിന്റെ ഡീറ്റെയിൽസ് നൽകുകയാണ്. അന്നേരം ആ പയ്യന്മാർ എന്തായാലും ചേച്ചിയും ചേട്ടനും തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാകുമെന്ന് തമാശയ്ക്ക് പറയുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് ചെറിയ ചിരിയാണ് വരുന്നത്. അത് കേൾക്കുന്ന ഹീറോ അവന്മാരെ ചീത്ത പറയുകയും ഈ പരിപാടിക്കായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇതിലെന്തെങ്കിലും കുളമായി കഴിഞ്ഞാൽ അപ്പോൾ അവന്മാർ 3 വർഷമായില്ല ചേട്ടൻ ചേച്ചിയുടെ പുറകെ നടന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തി, അത് തന്നെ വലിയ കാര്യമാണ്. വാഷ്റൂമിൽ പോയി കഴിഞ്ഞവൾ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം കേൾക്കുകയും എന്നാൽ അവൾക്ക് കാര്യം തന്നെ അത്ര വലിയ പിടുത്തം കിട്ടിയേയില്ല. അന്ന് രാത്രി കിടക്കുമ്പോഴെല്ലാം ആ ചിന്തപ്പാടിലായിരിക്കും. അതിനാൽ അവൾക്ക് ഉറക്കമേ വരുന്നില്ല. ഹീറോയ്ക്ക് എന്നെ മുന്നേ അറിയാമായിരുന്നു എന്ന രീതിയിലല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണത്തിന് മുന്നേ എന്നെ അറിയാമായിരിക്കുമോ എന്ന് ചിന്തിച്ച് അതിനാൽ ഹീറോ അവളുടെ പേരിലേക്ക് മാറ്റാൻ എല്ലാ സ്വത്തുക്കളും തുറക്കുന്നു. അതിൽ ആരുടെ പേരാണെന്ന് നോക്കുമ്പോൾ ഇവളുടെ പേരായിരിക്കും. കാരണം അവളുടെ ചേച്ചിയുടെ പേരിലാണല്ലോ ഇത്ര നാളും ഇവിടെ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഹീറോയ്ക്ക് നല്ലോണം അറിയാം ഞാൻ അവളല്ലാന്ന്. അതുകൊണ്ടാണ് എന്നെ ഇത്ര നാളും ഇവിടുന്ന് അടിച്ചോടിക്കാത്തത്. ഇവളും കിടക്കാനായിട്ട് വരുമ്പോൾ ഹീറോ പെട്ടെന്ന് കണ്ണ് തുറക്കുകയും എന്താ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനും അതെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇപ്പോൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ ഒരു സൈഡ് ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് പറയാനായിട്ട് പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് പേടി വരികയാണ്. എനിക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ, എപ്പോൾ കണ്ടാലും ഒരേപോലെയല്ലേ ഇരിക്കുള്ളൂ. അവളാണെങ്കിൽ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഹീറോ പേടിച്ച് എനിക്ക് ഉറക്കം വന്നെന്ന് പറഞ്ഞ് വേഗം പുതപ്പ് മൂടി കിടന്നുറങ്ങുന്നു. എന്നാൽ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം മൊത്തം അഴിച്ചിട്ട് അവനെ തിരിച്ചു കെടുത്തുമ്പോൾ അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. വേഗം അവൻ മൂക്ക് വാഷ് ചെയ്യുമ്പോൾ നീ വേഗം ഡ്രസ്സ് ഇട് എന്നാലേ ഞാൻ നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവളും ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുഖം പിടിച്ച് തിരിച്ചു നിർത്തി നീ എന്തിനാണ് ഇത്രയും നാളും കണ്ണിന് കാഴ്ചയില്ലാത്ത പോലെ അഭിനയിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനും എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആ അന്തം പിടിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് ഞാൻ ചേച്ചിയല്ല എന്നറിഞ്ഞിട്ടും എന്നെ പുറത്താക്കാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 3 വർഷം മുന്നേ നിന്നറിയാം, നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ട ഉടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് നിന്നെ കാണാൻ ശ്രമിച്ചപ്പോൾ നിന്നെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഒരു ദിവസം എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും അന്ന് എൻ്റെ കണ്ണിന് കാഴ്ച പോയി. ആ സമയത്താണ് നിന്റെ ചേച്ചിയുടെ കല്യാണ ആലോചന വരുന്നത്. എന്നാൽ എനിക്ക് യാതൊരുവിധ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് മുത്തശ്ശി എന്നെ ഫോഴ്സ് ചെയ്താണ് ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചെന്നെ. പിന്നീടാണ് അറിയാൻ സാധിച്ചത് അവളുടെ അനിയത്തിയാണ് നീയെന്ന്. അതുകൊണ്ട് വിവാഹത്തിന് സമ്മതിച്ചു. പോരാത്തിന് നിന്റെ ചേച്ചിയും കാമുകിയും പ്രണയത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമായിട്ടെടുത്തില്ല. അവരുടെ പ്ലാൻ പോലെ ഞാനും കൂടെ നിന്നതേ ഉള്ളൂ. അത് കേട്ടവൾക്ക് ചിരിയാണോ കരയണോ എന്ന അവസ്ഥയിലായി. എനിക്കായിരുന്നു കൂടുതൽ പേടി നീ എങ്ങാനും സത്യങ്ങൾ കണ്ടെത്തുമോ എന്ന്. ശേഷം അവൾ രാത്രിക്ക് രാത്രി വീട്ടിലേക്ക് പോകുന്നു. അമ്മയും അച്ഛനും എവിടെ പോകുന്ന തിരക്കിലായിരിക്കും. അവളുടെ ചേച്ചിയുടെയും കാമുകന്റെ ഇടയിൽ വഴക്ക്. അവിടെ പോവുകയാണ്. ഇവിടെ ചേച്ചിയും കാമുകനും പൊരിഞ്ഞ വഴക്കായിരിക്കും. അതൊരു നെക്ലേസ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്. ആ വഴക്കിനിടയിൽ കാമുകൻ ചേച്ചിക്ക് ഒരടി കൊടുക്കുകയും കറക്റ്റ് ടൈമിൽ ഇതെല്ലാം അമ്മയും അച്ഛനും അവൾ കാണുന്നു. സോ അതിനാൽ ചേച്ചിയെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാമുകൻ യൂഷാനോട് എനിക്ക് ചേച്ചിക്കൊപ്പം കഴിയുന്നതന്നെ മടുത്തു, വീണ്ടും നമുക്ക് ഒന്നിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന അവൾ അവനെ ചീത്ത പറഞ്ഞ് അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തുമ്പോൾ ചേച്ചി അവളോട് അവൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്, ആ തരത്തിൽ സംസാരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെയും വേസ്റ്റ് ഒന്നും വേണ്ട. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കും അവിടേക്ക് ഹീറോ വരിക. അതിനാൽ അവളുടെ അമ്മയും അച്ഛനും ഹീറോയ്ക്കൊപ്പം അവളെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷമാണ് ഇതിനു മുന്നേ നടന്ന എല്ലാ സംഭവങ്ങളും എല്ലാം ഹീറോയുടെ പ്ലാൻ ആണെന്ന് അവൾക്ക് മനസ്സിലാവുകയും അതുകൊണ്ട് അവളുടെ മുഖത്ത് നല്ല രീതിയിൽ ദേഷ്യം കാണിക്കുകയാണ്. ശേഷം അവളെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയെല്ലാം കാണാൻ പോകുന്നു. പിന്നീട് അവർ ഭക്ഷണമെല്ലാം കഴിക്കാനായിട്ട് പോകുമ്പോൾ വന്നതും അവൾക്ക് ഇഷ്ടമുള്ള സീ ഫുഡ് ആയിരിക്കും ഹീറോ ഓർഡർ ചെയ്യുക. അപ്പോൾ അന്നേരം അവളുടെ ചേച്ചിയുടെ കാമുകൻ അതുവഴി ആരോട് ഫോണിലൂടെ സംസാരിച്ച് പോവുകയായിരിക്കും. ഇപ്പോൾ അവളോടൊപ്പം കഴിയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. ആകെ പ്രാന്ത് പിടിച്ച പോലേക്ക് ജീവിതം. വീണ്ടും അവളുടെ അനിയത്തിയെ വളയ്ക്കണമെന്ന് പറയുന്നത് ഹീറോ
കേൾക്കുകയും നേരെ അവന്റെ അടുത്തേക്ക് പോയി അവന് ഒരടി കൊടുത്തിട്ട് തിരിച്ചു വരുന്നു. അതിനാൽ അയാൾ ബാറിൽ പോയി കൂത്താടുമ്പോൾ അവിടേക്ക് ചേച്ചി വരികയും കൂടുതൽ കാര്യങ്ങളെല്ലാം വഷളാകുകയാണ്. ചേച്ചി അനിയത്തിയുടെ കാമുകനെ തട്ടിയെടുത്ത് സന്തോഷത്തോടെ കഴിയാമെന്ന് കരുതുമ്പോൾ അവൻ ചേച്ചിയെ ചീറ്റ് ചെയ്യുകയാണ് എന്നറിയുകയും അനിയത്തിയെ ഇപ്പോൾ ഹീറോ ഒരു രാജ്ഞിയെ പോലെയാണ് നോക്കുന്നതെന്ന് അറിഞ്ഞതും അവൾക്ക് കൂടുതൽ കുശുമ്പ് തോന്നുകയാണ്. അതിനാൽ ചേച്ചി, ഇനി ഞാൻ നിന്റെ കാമുകന്റെ ഒപ്പം പോവില്ല, ഞാനിപ്പോൾ ഇനി എന്റെ ഭർത്താവിന്റെ കൂടെയായിരിക്കും പോകുക, നിന്റെ അഭിനയം നിർത്തിക്കോ, നീ ഇനി പഴയതുപോലെ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് നേരത്തെ മുതൽ പറഞ്ഞതാണ്, ഇനിയിപ്പോൾ പറ്റിയില്ല, നീ പറയുന്നത് പോലെ അങ്ങാടി ചാടനും ഇങ്ങാടി ചാടൻ ഞാനെന്താ നിന്റെ കളിപ്പാവയോ എന്ന് പറഞ്ഞ് അവളെ ചേച്ചിയെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ പോയതിന് പിന്നാലെ ചേച്ചി അമ്മയോടും അച്ഛനോടും ആദ്യം എനിക്കല്ലേ ഹീറോയുടെ ആലോചന വന്നത്, സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകണം, എനിക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് അമ്മയുടെയും അച്ഛൻ്റെയും ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഇവരും അത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ ഹീറോയും അവൾക്കും ഇടയിൽ ഒരു പ്രണയം പൊട്ടിപ്പൊളിച്ച കാര്യം അവർക്കറിയില്ലല്ലോ. അതിനാൽ ചേച്ചി നേരെ ഹീറോയെ കാണാനായി പോവുകയാണ്. ഞാനാണ് ഷായി, നിങ്ങളെ ഞാനാണ് കെട്ടേണ്ടത്, പക്ഷേ സാഹചര്യം മൂലം എൻ്റെ അനിയത്തിയാണ് എൻ്റെ പേരിൽ ഇവിടെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന ഹീറോ അവളെ പിടിച്ച് പുറത്തിറക്കാനായിട്ട് പറയുന്നു. ശേഷം അവൾ വരുമ്പോൾ ഹീറോ ചേച്ചി വന്ന കാര്യം പറയുകയും അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, കാരണം അവളാണല്ലോ നിങ്ങളുടെ ഭാര്യയായിട്ട് വരാൻ പോയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹീറോ ആദ്യം മുതലേ ഞാൻ നിന്നെയാണ് പ്രണയിച്ചത്, എൻ്റെ ജീവിതകാലം അവസാനം വരെ ഞാൻ നിന്നെയും പ്രണയിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ വിഷയം ചേച്ചി ഹീറോയുടെ മുത്തശ്ശിയെ അറിയിക്കുന്നു. ഹീറോയെ വിളിച്ചു വരുത്തി ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ ഇവളെ മാത്രമാണ് വിവാഹം ചെയ്യൂ, ഇനി ഞാൻ ഇവളെ പിരിയില്ലെന്ന് പറയുമ്പോൾ ഈ സിറ്റി മൊത്തം ഷൂയി എന്ന പേരിലാണ് നീ വിവാഹം ചെയ്തത്, അതിനാൽ ഷൂയി അല്ല യൂഷാൻ എന്നാണ് നിന്റെ ഭാര്യയുടെ പേര് ഈ സിറ്റി മൊത്തം അറിയേണ്ടെന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യാനായിട്ട് പറയുന്നു. ഇത് കാണുന്ന ചേച്ചി ആകെ ഷോക്കാവുകയും മുത്തശ്ശിയോട് നിങ്ങൾ ഇപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ദേഷ്യം വന്ന് നീ അവിടെ ചേച്ചിയായിട്ടും നീ അവിടെ പിന്നെയാണ് കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മയെ മീറ്റ് ചെയ്യുകയാണ്. ഹീറോയുടെ അമ്മയെ കണ്ടതും അവൾ ആകെ ഷോക്കാവുന്നു, കാരണം ഹീറോയുടെ അമ്മ ഫേമസ് ആയ ഒരു ഡാൻസർ കൂടിയാണ്, അവളും ഡാൻസർ ആണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ കളിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് ഒരു സീൻ കാട്ടുകയാണ്. അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ ഓയിൽ തെന്നി അവൾ താഴെ വീഴുകയാണ്. അതിനാൽ അവളുടെ കാല് ഫ്രാക്ചർ ആവുകയും പിന്നീട് ഡാൻസ് കളിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴെല്ലാം അവളുടെ കാല് നല്ല വേദനയായിരിക്കും. അത് പിന്നെ അവൾ ഡാൻസേ കളിക്കുന്നില്ല. അത് കേട്ട ഹീറോയുടെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവുകയും അടുത്തിടെ ഹീറോയുടെ അമ്മയുടെ ഡാൻസ് പ്രോഗ്രാം ആണ് വരുന്നത്, രണ്ടുപേരും വരണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ഹീറോയുടെ അമ്മയുടെ ഡാൻസ് കാണുമ്പോൾ ഇവൾക്ക് തന്നെ ഇവളുടെ ഡാൻസ് നഷ്ടപ്പെട്ടതിൽ ഓർത്ത് വിഷമിക്കുകയും അത് നോട്ട് ചെയ്ത ഹീറോ ഒരു ഫേമസ് ആയ ഡോക്ടറെ കാണുന്നു. ചെക്ക് ചെയ്ത ഡോക്ടർ ഹീറോയ്ക്കാണെങ്കിൽ ഫ്രാക്ചറോ ഒന്നുമില്ല, അവൾ വീണ വീഴ്ചയിൽ പേടി കൊണ്ടാണ് അവൾക്ക് ഡാൻസ് കളിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്ന് പറയുന്നു. നിങ്ങൾ വീണ്ടും അവളെ സ്റ്റേജിൽ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിച്ചു നോക്ക്, അപ്പോൾ എന്തായാലും ശരിയാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഹീറോ അവളെ സ്റ്റേജിൽ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവൾ വലിയ സ്റ്റേജിൽ എല്ലാവർക്കും മുന്നിൽ പെർഫോം ചെയ്യുന്നതാണ്. അത് കാണുന്ന ഹീറോ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കൈയടിക്കുകയും അത് ഹീറോയുടെ അമ്മയെ കണ്ടും സന്തോഷിക്കുന്നു. ഇവിടെ അവളുടെ ഡാൻസ് ന്യൂസിലെല്ലാം വന്നത് കൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമാവുകയും അവളെ വീഡിയോ കോൾ ചെയ്ത് പ്രശംസിക്കുകയാണ്. അതുകൊണ്ട് അവൾ ഹീറോയുടെ ഇതിനെല്ലാം നന്ദി പറയുന്നു. എന്നാൽ അത് കാണുന്ന അവളുടെ ചേച്ചിക്ക് ദേഷ്യം വരികയും അതിനാൽ ചേച്ചി അവളെ മാറ്റി നിർത്തി നീ ഇപ്പോൾ എന്റെ ജീവിതമാണ് ആഘോഷിച്ച് തിമിർത്ത് നടക്കുന്നത്, അതിനാൽ അവളുടെ പേരിലുള്ള പാതി സ്വത്ത് ചേച്ചിയുടെ പേരിലേക്ക് മാറ്റാനായിട്ട് പറയുന്നു. ദേഷ്യം വന്ന അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തി അവൾ ഹീറോയോട് വല്ല ഡിവോഴ്സ് ചെയ്യുന്ന വക്കീലിന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവനും ഇനി ഇവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണോ എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ അവന്റെ മുഖഭാവം കണ്ട് അവൾക്ക് ചിരി വരികയും അല്ലല്ല ചേച്ചിക്ക് വേണ്ടിയാണ്, ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശിയുടെ കോൾ വരികയും ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളാണ്, അതുകൊണ്ട് അവരെ ക്ഷണിക്കുകയാണ്. ഇവരും ആ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഇവൾ ഒരുപാട് കുടിക്കുകയും അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയാണ്. ഇവിടെ അവളുടെ ചേച്ചി ബാഗുമായിട്ട് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ അവൻ മുന്നിലേക്ക് വന്ന് നീ എനിക്ക് തരാനുള്ള ക്യാഷ് തന്നിട്ട് പോയാമെന്ന് തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് അവിടേക്ക് അവൾ വരികയും പെട്ടെന്ന് ഒരു ബോട്ടിൽ വെച്ച് അവന്റെ തലയിലിട്ട് അടിക്കുന്നു. എന്നിട്ട് ചേച്ചിയെ കൊണ്ട് കാമുകനെ പൊതിരെ അടിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഹീറോ അവിടെ നിന്ന് കാണുകയും അവനെ തന്നെ ഷോക്കാവുകയാണ്. കാമുകന് കിട്ടിയ ഒരടിയിൽ കാമുകന്റെ സ്വഭാവം മാറുകയാണ്. ശേഷം വീട്ടിലെത്തുമ്പോൾ അവൾ ഞാൻ അവനെ അടിച്ചത് കണ്ടെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ആ കണ്ടു, നീ എന്നെ പോലെ തന്നെ, എന്നാൽ നിന്റെ സ്കില്ല് കുറവാണ്, ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞതും അത് കേട്ടവൾ അവനൊരു കുത്തു കൊടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര സ്ട്രോങ് പേഴ്സൺ അല്ല, അത് എനിക്കറിയാലോ എന്ന് ഹീറോ അവളെ കളിയാക്കുന്നു. അപ്പോൾ അവളുടെ വോയിസ് ഓവർ കേൾക്കുകയാണ്. തെറ്റായ കല്യാണമാണെങ്കിലും നാളുകൾ പോലെ റൈറ്റ് പേഴ്സന്റെ അടുത്തേക്കാണ് വന്നത് എനിക്ക് മനസ്സിലായി എന്ന് അവളുടെ വോയിസ് ഓവറിൽ ഈ ഡ്രാമ തീരുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.